ഹലോ ഫ്രണ്ട്സ്, ഫ്രീ ക്രിയേഷൻസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ടെക്സ്റ്റിന് എങ്ങനെ ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കാമെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ നമുക്ക് 3 ലെയറാണ് ഉള്ളത്. ആദ്യത്തെ ലെയർ ബ്ലാക്ക് സോളിഡ് കളർ ലെയർ, രണ്ടാമത്തെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ്, മൂന്നാമത്തെ ഒരു ടെക്സ്റ്റ് ലെയർ ആണ്. ആദ്യം നമുക്ക് ഈ ടെക്സ്റ്റ് ലെയർ ഹൈഡ് ചെയ്യാം. ശേഷം ഈ PSD ഒരു കോപ്പിയായി സേവ് ചെയ്യാം. അതിനായി ഫയൽ, സേവ് എ കോപ്പി. ഇനി നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുത്ത് സേവ് ചെയ്യാം. ഞാനിവിടെ ഡിസ്പ്ലേസ് എന്ന പേര് കൊടുക്കുന്നു. ഇനി സേവ് ചെയ്യാം. ഇനി നമുക്ക് ടെക്സ്റ്റ് ലെയർ അൺഹൈഡ് ചെയ്യാം. ഇനി ടെക്സ്റ്റ് ലെയർ നമുക്ക് സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കാം. അതിന് ടെക്സ്റ്റ് ലെയർ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ്. സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കിയ ടെക്സ്റ്റ് ലെയർ സെലക്ട് ചെയ്യുക. ശേഷം ഫിൽറ്റർ, ഡിസ്റ്റോർട്ട്, ഡിസ്പ്ലേസ്. ഇവിടെ ഹൊറിസോണ്ടൽ സ്കെയിലിൻ്റെയും വെർട്ടിക്കൽ സ്കെയിലിൻ്റെയും വാല്യൂസ് 5 വെച്ച് കൊടുക്കാം. ദെൻ ഓക്കെ. ഇനി മുമ്പ് നമ്മൾ കോപ്പിയായി സേവ് ചെയ്ത PSD സെലക്ട് ചെയ്യാം, ഓപ്പണിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജിൻ്റെ ടെക്സ്ചർ ഈ ടെക്സ്റ്റ് ലെയറിന് വന്നതായിട്ട് നമുക്ക് കാണാം. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് ഈ ടെക്സ്റ്റ് ലെയറിന് മുകളിൽ പ്ലേസ് ചെയ്യാം. ഈ ഇമേജ് ഇനി ടെക്സ്റ്റ് ലെയറിനോട് ക്ലിപ്പ് ചെയ്യാം. ഇനി അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ നിന്ന് കളർ ബാലൻസ് സെലക്ട് ചെയ്യുക. ശേഷം ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാം. ദെൻ സോളിഡ് കളർ എടുക്കുക, ബ്ലൂ കളർ സെലക്ട് ചെയ്യാം. ഇനി ഈ ലെയർ ബോട്ടം ഭാഗത്തായി പ്ലേസ് ചെയ്യാം. ഇനി മാസ്കിൽ ക്ലിക്ക് ചെയ്യുക, Ctrl+I ക്ലിക്ക് ചെയ്ത് മാസ്ക് ഇൻവേർട്ട് ആക്കുക. ഇനി ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യുക, ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം. ദെൻ ഇങ്ങനെ ഡ്രോ ചെയ്യുക. ഈ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. ഇനി ഇതുപോലത്തെ ട്യൂട്ടോറിയൽ വീഡിയോയ്ക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.